തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഒരു മൊബൈൽ ഫോണിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ മൗണ്ട് ചെയ്യുന്ന ഒരു ലെൻസ് കൊണ്ട് ഇത്രത്തോളം നല്ല രീതിയിലൊരു മാക്രോ ഷോട്ട് എടുക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ പലരും ഇപ്പോൾ ചോദിക്കുന്നത്. ആക്ച്വലി നമ്മുടെ തമ്പനയിൽ ഒരു എന്താ പറയുക, ഒരു ക്ലിക്ക് ബൈറ്റ് തമ്പനയിലാണ്. അതായത് നിങ്ങൾ വീഡിയോ കാണാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തമ്പനയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണും എന്ന് എനിക്കറിയാം. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു സബ്ജക്റ്റാണ് മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ച്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെൻസുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ മുകളിലായിട്ട് മൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു ലെൻസ്, അതായത് ഒരു ക്ലിപ്പാണ്. ആക്ച്വലി ഇതൊരു ക്ലിപ്പാണ്. ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ലെൻസ് കൂടി ഉണ്ട്. ആ ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇതൊരു കോംബോ ലെൻസായിട്ടാണ് വരുന്നത്. അതായത് ഒരു ക്ലിപ്പ്, ദെൻ അതിൻ്റെ കൂടെ ഒരു മാക്രോ ലെൻസ്, ഒരു വൈഡ് ആംഗിൾ ലെൻസ്, ദെൻ അതുപോലെ തന്നെ ഒരു ഫിഷ് ഐ ലെൻസ്. അപ്പോൾ നമ്മളിന്ന് മാക്രോ ലെൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ, സാധാരണ ഒരു മൊബൈൽ ഫോണിൽ എന്തുകൊണ്ടൊരു മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റില്ല എന്ന് നോക്കാം. സാധാരണഗതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ്, അതൊരു ഇൻസെക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ, നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത്രയും ക്ലോസപ്പിൽ, അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്ട്രീം ക്ലോസപ്പിൽ നമുക്ക് അതിനൊരു ഫോക്കസ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോക്കസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ദെൻ ഈ മാക്രോ ലെൻസാണ് നമ്മൾ അത്രയും ക്ലോസിൽ ഒരു ഫോക്കസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സാധാരണ പോലെ ഈ മാക്രോ ലെൻസ് ഈ ക്ലിപ്പിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ മുന്നിലായിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക. അതായത് ക്യാമറയുടെ തൊട്ട് മുന്നിലായിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ക്യാമറയെ മറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ലെൻസിൻ്റെ ബ്ലാക്ക് കളറിലുള്ള പോർഷനോ അല്ലെങ്കിൽ ക്ലിപ്പിൻ്റെ ബ്ലാക്ക് കളറിലുള്ള പാർട്ടൊന്നും ക്യാമറ മറയുന്ന രീതിയിൽ അതിനെ അറ്റാച്ച് ചെയ്യരുത്. ദെൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ക്ലോസപ്പിൽ പോയിട്ട് ഏത് പ്ലെയിനിലാണ് ഫോക്കസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ഒബ്ജക്റ്റിൻ്റെ ക്ലോസിൽ പോയി കഴിഞ്ഞിട്ടാണ് ഒരു ഫോക്കസ് പ്ലെയിൻ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഫോക്കസ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം നോക്കുക. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ മാക്രോ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരുപാട് ശ്രദ്ധ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് പ്ലെയിൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട്, നമ്മൾ സാധാരണ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ സൂം ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടും ഫോക്കസ് പ്ലെയിൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ ഏരിയ മാത്രമേ ഫോക്കസിൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ്. പ്രധാനമായിട്ടും ഒരു ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പൈഡറിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ണിൻ്റെ ഏരിയ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഫോക്കസിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻസെക്റ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ചിറക് മാത്രമേ നമുക്ക് ചിലപ്പോൾ ഫോക്കസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ജീവനുള്ള ഇതാകുമ്പോൾ, അല്ലെങ്കിൽ ജീവനുള്ള ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിലിപ്പോൾ പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് പറന്നു പോകാതെ അതിനെ പ്രത്യേക ഒരു ഫോക്കസിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. വൺസ് ഫോക്കസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്യാമറയോ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റോ മാറിപ്പോകാതെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ, മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോയിൽ നമ്മൾ ഷാർപ്പ് ഇമേജ് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് വരും. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിവേ ഫോക്കസ് വൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് മോഡ് അല്ലെങ്കിൽ ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ചിത്രം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് പ്ലെയിനിൽ നമുക്ക് കിട്ടുക. Just to know what you knew, restless every time we start laughing as a
ഇതേ ഒരു ടെക്നിക്ക് നമുക്ക് വീഡിയോയിലും ഷൂട്ട് ചെയ്യാം. വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഒരു മാക്രോ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 300 റുപ്പീസ് ഒക്കെ ഇതിൻ്റെ ഒരു ചിലവ് വരുന്നുള്ളൂ. എനിവേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക. ക്ഷമ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തത് കുറച്ച് പഞ്ചസാര തരികൾ, അല്ലെങ്കിൽ കുറച്ച് ജീരകം, പിന്നെ ഇതൊരു ഡെഡ് ഒരു ഇൻസെക്റ്റ്, അതിനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നിങ്ങളും അതുപോലെയുള്ള ജീവികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ആഴ്ച കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.